Hi friends, welcome to our channel CozyBeautyTalk. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതും വെറും 6 പ്രൊഡക്റ്റുകൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്ന ന്യൂട്രിഡമിൻ്റെ ഈ മോയ്സ്ചറൈസറാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ ഞാൻ ഈ മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിന് മുമ്പ് ഞാൻ നിവ്യയുടെ ഈ ഒരു പ്രൊഡക്റ്റായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, എല്ലാവർക്കും തന്നെ മേടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഒരു നല്ല മോയ്സ്ചറൈസർ എന്ന് പറയുന്ന മമാരത്തിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് ഓയിൽ ഫ്രീയും കൂടെയാണ്, എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഈ കാണിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ന്യൂട്രിഡമിൻ്റെ ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നല്ലൊരു പ്രൈമറും കൂടെയാണ്, അതുകൊണ്ടും കൂടെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. രണ്ടാമതായി ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മി 925ൻ്റെ CC complexion കെയർ ക്രീമാണ്. ഇത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രൊഡക്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇത് എല്ലാ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിന് പോകുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്ന ഹണിയാണ്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 ആണ്. പിന്നെ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് ഒരു മേക്കപ്പ് സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു കോട്ടണോ യൂസ് ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ ഉണ്ടാകും. അതുപോലെ ഫേസിൽ എല്ലായിടത്തും ഇത് ഒരുപോലെ അപ്ലൈ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റാണിത്, ലാക്മിയുടെ 925 CC ക്രീം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലാക്മി ഐക്കോണിക് കാജലാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 185 ആണ്. ഇത് തികച്ചും ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഇത് നമ്മുടെ ഐയിൽ അപ്ലൈ ചെയ്താൽ ഒരു 22 hours എങ്കിലും ലാസ്റ്റ് ചെയ്യും. നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹിമാലയയുടെ കാജലാണ്. അതും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, അത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പോൾ നാലാമത്തെ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐടെക്സിൻ്റെ ഡാസ്ലർ ഐലൈനറാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 290 ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് ഐലൈനറാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. എനിക്ക് ബെസ്റ്റായിട്ടൊരു തോന്നിയൊരു പ്രൊഡക്റ്റും കൂടെയാണ്. നിങ്ങൾക്കിതിപ്പോൾ ഹിമാലയയുടെ കാജൽ യൂസ് ചെയ്തിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാം. അഞ്ചാമത്തെ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CozyBeautyയുടെ പേളിൻ്റെ ഇല്ലുമിനേറ്റർ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഗോൾഡൻ പിങ്ക് ആണ്. 01 ആണ് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ബ്രഷ് കൊണ്ടോ അതുപോലെ തന്നെ കോട്ടൺ കൊണ്ടോ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡ് ഇലുമിനേറ്ററാണിത്. നമ്മുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാകും. അതുപോലെ നല്ലൊരു ഹൈലൈറ്റർ കൂടിയാണിത്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നോർമലായിട്ടൊരു സ്കിന്നിന് പറ്റിയൊരു ഇലുമിനേറ്ററാണിത്. അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലാക്മിയുടെ CC ക്രീം യൂസ് ചെയ്തിട്ട് ഇത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ സ്കിന്നിനൊരു ഗ്ലോ ഉണ്ടാകും. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആറാമത്തെ എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹുദ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് റെഡ് ആണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതുപോലെ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഇതിൻ്റെ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈവനിങ്ങിലുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസിന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത് ലിപ്പിൽ കുറച്ച് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കയ്യിൽ ഈ ഐ ഷാഡോസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതിൻ്റെ കവിളിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസിൽ നല്ലൊരു ഷൈൻ കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത്. ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നാലേ നമുക്ക് എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.